സൈക്കോളജി സീരീസിന്റെ 23ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മുടെ പ്രോഗ്രാമിലൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ആളുകളുടെ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഉയർന്നു വന്ന ചോദ്യങ്ങളിൽ ഒന്നാണ്, ഒരു ദിവസം ഒറ്റ ട്രേഡ് എടുത്ത് നിർത്തുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ 2, 3 എന്ന രീതിയിൽ ട്രേഡുകളുമായിട്ട് പോകുന്നതാണോ നല്ലത് എന്നുള്ളത്. എനിക്കറിയാം നിങ്ങളിൽ പലരുടെയും ഉള്ളിൽ ഇതേ ചോദ്യം പല ആവർത്തി വന്നിട്ടുണ്ടാവും. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് എന്താണ്, ഒരു ദിവസം ഒരു ട്രേഡിൽ നിർത്തുന്നതാണോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ട്രേഡ്സ് ആണോ എന്നുള്ളതിന് സംശയലേശമന്യേ നിങ്ങൾക്ക് ഒരു ആൻസറിൽ എത്താൻ പറ്റുകയും ഒരു ഡിസിഷനിൽ എത്താൻ പറ്റുകയും ആ ഡിസിഷനിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. അപ്പൊ ആദ്യം എത്ര ട്രേഡുകൾ ഒരു ദിവസം എടുക്കണം എന്നുള്ളത് കൺക്ലൂഡ് ചെയ്ത് അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ട്രേഡർ ആദ്യത്തെ ട്രേഡ് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ട്രേഡ്, അല്ലെങ്കിൽ രണ്ടാമത്തെ ട്രേഡ് കഴിഞ്ഞ ശേഷം മൂന്നാമത്തെ ട്രേഡ് എന്ന രീതിയിൽ ഒരു ട്രേഡറെ ചിന്തിപ്പിക്കുന്ന ആ ചിന്തകളാണല്ലോ അയാളുടെ പ്രവൃത്തികളായിട്ട് മാറുന്നത്. അങ്ങനെ പ്രവൃത്തിയിലേക്ക് നയിക്കുന്ന അയാളുടെ ഉള്ളിലുള്ള സൈക്കോളജിക്കൽ എലമെന്റ് എന്താണ് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വിശകലനം ചെയ്യേണ്ടതുണ്ട്. പൊതുവെ മനുഷ്യരിൽ കണ്ടുവരുന്ന കൊഗ്നിറ്റീവ് ബയസുകൾ ഒന്നായിട്ടുള്ള ഒപ്റ്റിമിസം ബയസ് എന്ന ബയസിന്റെ സ്വാധീനത്താലാണ് ഒരാൾ ഈ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. എന്താണ് ഒപ്റ്റിമിസം ബയസ് എന്നുള്ളത് മനസ്സിലാക്കാൻ വളരെ സിമ്പിൾ ആയിട്ട് കാണിച്ച പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ, ഒരാള് അയാളുടെ എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ അയാളുടെ ടാർഗറ്റ് ആണ് കാണുന്നത്. അപ്പൊ ആ ടാർഗറ്റിൽ അയാൾ എങ്ങനെ എത്തും എന്നുള്ള അയാളുടെ എക്സ്പെക്ടേഷൻ ആണത്. എന്നാൽ ആക്ച്വലി ലൈഫിൽ സംഭവിക്കുന്നത് എന്താണെന്നുള്ളതാണ് രണ്ടാമത്തെ പിക്ചറിൽ ഇവിടെ കാണിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഇതിന്റെ ഒരു സ്വാധീനമുണ്ട് എന്നുള്ളതാണ്. അതായത് ഒപ്റ്റിമിസം ബയസ് എന്ന് പറഞ്ഞാൽ ഒരാൾ ജീവിതത്തിൽ അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് ആവുമെന്ന് അന്ധമായിട്ട് വിശ്വസിക്കുകയും തന്റെ ജീവിതത്തിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കുകയില്ല എന്ന മട്ടിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. സാധാരണ ജീവിതത്തിൽ ഇതിന്റെ സ്വാധീനം ജീവിതത്തിന്റെ പല തലങ്ങളിലുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങളെ ഹെൽത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ മൊത്തം പല രീതിയിലുള്ള പാൻഡമിക്കുകളും സ്പ്രെഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണെന്ന് കരുതാം. അപ്പൊ കോവിഡ് പോലെയുള്ള അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ മാസ്ക് വെച്ച് പുറത്തിറങ്ങണം എന്ന് പറയുമ്പോഴും നിങ്ങൾ വിചാരിക്കുന്നത് തൊട്ടടുത്ത് ഇപ്പുറത്ത് വന്നു എന്നാൽ എനിക്ക് വരില്ല എന്നുള്ള ധൈര്യത്തിൽ മാസ്ക് വെക്കാതെ നമ്മൾ പുറത്തിറങ്ങാൻ നോക്കുന്നുണ്ടെങ്കിൽ അത് ഒപ്റ്റിമിസം ബയസിന്റെ സ്വാധീനം കൊണ്ടാണ്. ഏത് നിമിഷവും ആർക്കും എന്ത് അസുഖവും വരാം എന്ന് യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴും നിങ്ങൾക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ മടി തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ചിന്തിക്കുന്നത് എനിക്ക് ഇത്തരം അസുഖങ്ങളൊന്നും വരില്ല എന്നുള്ള രീതിയിലാണ്. റോഡിൽ ഇറങ്ങിയാൽ ആക്സിഡന്റിനുള്ള സാധ്യത ഉണ്ട് എന്ന് അറിയുമ്പോഴും ഹെൽമെറ്റ് വെക്കാതെ നിങ്ങൾ പോകുന്നത് അത് അവിടെ ആക്സിഡന്റ് സംഭവിച്ചു, ഇവിടെ ആക്സിഡന്റ് സംഭവിച്ചു, പക്ഷെ എനിക്ക് ആക്സിഡന്റ് സംഭവിക്കില്ല എന്നുള്ള ഈ ഒപ്റ്റിമിസം ബയസിന്റെ സ്വാധീനം കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത്, അങ്ങനെ പ്രവർത്തിക്കുന്നത്. റിലേഷൻഷിപ്പിൽ എടുത്താൽ പോലും ഈ ബയസിന്റെ സ്വാധീനം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ വിവാഹത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു യുവാവും അല്ലെങ്കിൽ യുവതിയും അവര് ജീവിതത്തെ കാണുന്നത്, റിലേഷൻഷിപ്പിനെ നോക്കി കാണാൻ പോകുന്നത് ഒരു സിനിമാറ്റിക് ലെവലിലായിരിക്കും. തന്റെ ജീവിതം വളരെ സൂപ്പറായിരിക്കും, അടിപൊളിയായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകുന്നത്. എന്നാൽ അവർക്ക് ചുറ്റുമുള്ള യാഥാർത്ഥ്യങ്ങൾ അവരെ കാണുന്നുണ്ട്. അങ്ങനെ വിവാഹം കഴിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളൊന്നും ഒരു സിനിമാറ്റിക് ലൈഫ് ഒന്നുമില്ല. പലരും വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സാധാരണ രീതിയിലുള്ള ലൈഫുമായിട്ട് മുന്നോട്ട് പോകുന്നു. എന്നാൽ വേറെ ചിലർ വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ, റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളിലൂടെ, സെപ്പറേഷനിലൂടെ ഒക്കെ മുന്നോട്ട് പോകുന്നത് കാണുന്നുണ്ട്. എന്നാൽ ആ കാര്യങ്ങളൊക്കെ ഇഗ്നോർ ചെയ്തുകൊണ്ട് അവർ ചിന്തിക്കുന്നത് തന്റെ ലൈഫ് അതിൽ നിന്നൊക്കെ മാറിയിട്ട് വളരെ സിനിമാറ്റിക് ആയിട്ടുള്ള സ്വപ്നതുല്യമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും എന്നുള്ളതായിരിക്കും. അങ്ങനെ അവരെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത് ഇതേ പറഞ്ഞ ഒപ്റ്റിമിസം ബയസിന്റെ സ്വാധീനത്താലാണ്. അപ്പൊ ഈ ഒപ്റ്റിമിസം ബയസിന്റെ സ്വാധീനത്താൽ ഒരാൾക്ക് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാനും ജീവിതത്തിൽ മൊത്തത്തിൽ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് കൊണ്ടുവരാനൊക്കെ സാധിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അതിന്റെ കൗണ്ടർ പാർട്ട് എന്ന് പറയുന്നത് വളരെ റിസ്കി ആയിട്ടുള്ള ഡിസിഷൻസിലേക്ക് ആളുകളെ ലീഡ് ചെയ്യുന്ന ഒന്നായിട്ട് ഈ ഒപ്റ്റിമിസം ബയസ് മാറുന്നുണ്ട്. അതേപോലെ തന്നെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷനിലേക്ക് ആളുകളെ കൊണ്ടുപോകാനും ഇത് കാരണമാവുന്നുണ്ട് എന്നുള്ളതാണ്. വർക്ക് ചെയ്യുന്ന ഏരിയ എടുത്തു കഴിഞ്ഞാൽ പോലും ഇതേ ബയസിന്റെ സ്വാധീനം നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ്. ഒരാളുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടിട്ട് അയാൾ ഒരു ജോലിയിൽ കയറി ആ ജോലിയുമായിട്ട് സാധാരണ രീതിയിൽ ആ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നു. അവിടുത്തെ ഒഴിവ് സമയങ്ങളൊക്കെ പരമാവധി വിനിയോഗിച്ച് സിനിമ കാണുന്നു, എന്റർടൈൻമെന്റ് ചെയ്യുന്നു. അയാൾക്ക് അയാളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതിലോ ഈ ജോലിയിൽ എന്തെങ്കിലും ഒരു ത്രെട്ട് ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു ചിന്തയും ഇല്ല. ഈ ജോലി എല്ലാ കാലത്തും എനിക്ക് ഉണ്ടാവും എന്നുള്ള അന്ധമായ ഒപ്റ്റിമിസത്തിലാണ് അയാൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ അയാള് ഒപ്റ്റിമിസം ബയസിന്റെ സ്വാധീനത്തിലാണ് എന്നുള്ളതാണ്. വരാൻ പോകുന്ന ജോബിന്റെ ചലഞ്ചിനെ പറ്റിയിട്ട് അയാൾ അവെയർ അല്ല, പുതിയ സ്കില്ലുകളൊന്നും ഡെവലപ്പ് ചെയ്യുന്നില്ല, മറ്റൊരു അഡീഷണൽ ഇൻകത്തിനുള്ള സാധ്യതകൾ പോലും അയാൾ ചിന്തിക്കുന്നില്ല, അന്വേഷിക്കുന്നില്ല.
ഇതെല്ലാം ഒപ്റ്റിമിസം ബയസിന്റെ സ്വാധീനത്താലാണ്. ഫിനാൻസ് പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ജീവിതത്തിൽ ആളുകൾ ഇതേ മിസ്റ്റേക്കുകൾ ആവർത്തിക്കുന്നത് കാണുന്നുണ്ട്. നമുക്ക് അവിടെ ആ മിസ്റ്റേക്കുകളുടെ പുറകിലും ഒരു ഉദാഹരണത്തിന് നാളെ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വരും എന്ന് അവെയർ ആവാതെ അതിന് വേണ്ടിയിട്ട് ഒരു എമർജൻസി ഫണ്ട് മാറ്റി വെക്കാതെ ആളുകൾ മുന്നോട്ട് പോകുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് ഒപ്റ്റിമിസം ബയസിന്റെ സ്വാധീനമാണ്. എനിക്ക് എങ്ങനെ ഫിനാൻഷ്യൽ ക്രൈസിസ് വരും എന്നുള്ളതിനെ പറ്റി ചിന്തിക്കാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല, അത് എന്റെ മനസ്സിലേക്ക് വരുന്നില്ല. അൺഅവെയറിംഗില് അതിനുള്ള സാധ്യതകള്, വരാൻ പോകുന്ന ചലഞ്ചുകളെ, ത്രെട്ടുകളെയൊക്കെ നമ്മുടെ മനസ്സ് ഇഗ്നോർ ചെയ്ത് കളയുന്ന അവസ്ഥയാണ് ഒപ്റ്റിമിസം ബയസ് കൊണ്ടുണ്ടാവുന്ന അവസ്ഥ എന്ന് പറയുന്നത്. ആളുകൾ ഫിനാൻസ് മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ ഇതേ ബിഹേവിയർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരാളുടെ വരുമാനം ഇത്രയാണെന്നുള്ള ബോധ്യമുള്ളപ്പോഴും പല മാസത്തിലും അനാവശ്യമായിട്ടുള്ള പല ചെലവുകളും എക്സ്ട്രാ വേഗന്റും വന്നുകൊണ്ട് അയാൾ ആവശ്യത്തിൽ കൂടുതൽ ചെലവഴിച്ച് മന്ത് ആവുമ്പോഴേക്കിന് കടത്തിലേക്ക് എത്തുന്നു, മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങി നടക്കുന്നു. ആ പണം ചെലവഴിക്കുന്ന സമയത്ത് ഒരിക്കലും അയാൾ അവെയർ അല്ല താൻ ഇങ്ങനെ കടത്തിലേക്ക് എത്തുമെന്നുള്ളത്. അയാൾ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആണ് ഉള്ളിന്റെ ഉള്ളില്, തനിക്ക് ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ റിസ്കുകളൊന്നും വരില്ല എന്നാണ് അയാൾ ചിന്തിക്കുന്നത്. എന്നാൽ ഈ സാഹചര്യം വരുമ്പോൾ പണം കടമായിട്ട് അന്വേഷിച്ച് കിട്ടാതെ വരുമ്പോൾ അയാൾ സ്ട്രഗിൾ ചെയ്യുകയും ആ സമയത്ത് വളരെയധികം പാനിക് ആവുകയും ചെയ്യുന്നുണ്ടെങ്കിലും 2-3 മാസം കഴിയുമ്പോൾ ഈ ഇൻസിഡന്റ് എല്ലാം ആൾ മറക്കുകയും വീണ്ടും സെയിം മിസ്റ്റേക്ക് ആൾ റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യും. അതായത് ഈ ഒപ്റ്റിമിസം ബയസിന്റെ സ്വാധീനത്താൽ ആൾ കാണിക്കുന്ന ആ മിസ്റ്റേക്കുകളെ അയാൾ ഓർമ്മയിൽ സൂക്ഷിക്കില്ല. വളരെ വേഗത്തിൽ അയാളുടെ മനസ്സ് അതിനെ ഇഗ്നോർ ചെയ്ത് കളയും, മറന്നു കഴിയും. എന്നിട്ട് വീണ്ടും ഈ കാര്യം അന്ധമായിട്ടുള്ള ശുഭാപ്തി വിശ്വാസം അല്ലെങ്കിൽ അതിന്റെ ത്രെട്ടുകൾ മറന്നുകൊണ്ട്, വരാൻ സാധ്യതയുള്ള ചലഞ്ചുകൾ മറന്നുകൊണ്ട് അയാൾ അതേ പാറ്റേണിൽ മുന്നോട്ട് പോകുന്നത് കാണാൻ പറ്റും. ഇതിനെ നിങ്ങൾ ട്രേഡിങ്ങുമായിട്ട് ഒന്ന് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ട്രേഡിങ്ങിൽ നിങ്ങൾ ഇതേ കാര്യം ആവർത്തിച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നഷ്ടത്തിലായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നഷ്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുന്നോട്ട് പോകുന്നത് ഇതേ രീതിയിലാണ്. ഈ ബയസിന്റെ ഒപ്റ്റിമിസം ബയസിന്റെ സ്വാധീനത്താലാണ്. ഇനി പൂർണ്ണമായിട്ടും ട്രേഡിങ്ങിൽ ഇത് എങ്ങനെയൊക്കെ റിഫ്ലക്ട് ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ പ്രധാനമായിട്ട് 4 പോയിന്റുകൾ ഉണ്ട്. ആ 4 പോയിന്റിൽ അവസാനത്തെ പോയിന്റ് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ ടോപ്പിക്കിലേക്ക്, ഒരു ദിവസം എത്ര ട്രേഡ് എടുക്കണം, എന്തുകൊണ്ട് അല്ലെങ്കിൽ രണ്ടാമത്തെ മൂന്നാമത്തെ ട്രേഡിനെ പറ്റി ചിന്തിക്കുന്നു എന്നുള്ളതിലേക്ക് നമ്മൾ വളരെ കൃത്യമായിട്ട് എത്തും. സ്റ്റേ ട്യൂൺഡ്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇംപ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ് ആണ് ആദ്യത്തെ കാര്യം. അവിടെ എന്താണ്, ഒരാളുടെ ഈ ഒപ്റ്റിമിസം ബയസിന്റെ സ്വാധീനത്താൽ തനിക്ക് വരാൻ പോകുന്ന റിസ്കിനെ അയാൾ അൺഅവെയറിംഗിൽ ഇഗ്നോർ ചെയ്യുന്നു. എന്നിട്ട് തോന്നിയ റിസ്കുകളിൽ അയാൾ ട്രേഡ് ചെയ്യുന്നു. കാരണം അയാൾ വിചാരിക്കുന്നത് അങ്ങനെ റിസ്കി ആയിട്ടുള്ള സാഹചര്യങ്ങൾ എനിക്ക് വരില്ല എന്നുള്ളതാണ്. അയാൾക്ക് നിരന്തരം എക്സ്പീരിയൻസ് ഉണ്ടാവാം, ചിലപ്പോൾ പലതവണ ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ടാവാം, സ്റ്റിൽ പലതവണ വലിയ അബദ്ധങ്ങൾ, വലിയ റിസ്കുകൾ എടുത്തിട്ടുണ്ടാവാം, സ്റ്റിൽ ആളത് മറന്നു പോവുകയും എന്നിട്ട് വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് വീണ്ടും വലിയ റിസ്കുകൾ എടുക്കുകയും ചെയ്യുന്ന ഇംപ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ് എന്ന ബിഹേവിയർ ആയിട്ട് ഈ ഒപ്റ്റിമിസം ബയസ് ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് അപ്പിയർ ആയിട്ട് കാണുന്നുണ്ട്. നമ്മുടെ പല ബയസ് എന്ന് പറയുമ്പോൾ അത് തോട്ട് പ്രോസസ് ആണ് അല്ലേ, ഉള്ളിലുള്ള പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം പുറമേ കാണുമ്പോൾ ബിഹേവിയർ പാറ്റേണുകളായിട്ടാണ് അല്ലെങ്കിൽ തോട്ടിന്റെ തന്നെ ചില കണികകളായിട്ടാണ് നമ്മൾ പ്രത്യക്ഷപ്പെടുക. അപ്പൊ ഇതൊരു ബിഹേവിയർ പാറ്റേൺ ആയിട്ടാണ് നമ്മൾ പ്രത്യക്ഷപ്പെടുക, ഇംപ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ് എന്നുള്ള രീതിയിൽ. രണ്ടാമതായിട്ട് ഒരു ഓവർ കോൺഫിഡൻസ് ആളുകളിൽ, ട്രേഡ് ചെയ്യുന്ന ആളുകളിൽ കാണുന്നുണ്ടെങ്കിൽ ആ ഓവർ കോൺഫിഡൻസിന്റെ റീസണും ഇതേ പറഞ്ഞ ഒപ്റ്റിമിസം ബയസ് ആയിരിക്കും. പക്ഷെ ഇവിടുത്തെ ഈ കോൺഫിഡൻസിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള കോൺഫിഡൻസ് ആവില്ല. അയാൾ സ്കില്ല് ഡെവലപ്പ് ചെയ്തു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അയാൾ ഉണ്ടായി വന്ന ഒരു കോൺഫിഡൻസ് ആവില്ല. നിരന്തരം അയാൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതുകൊണ്ട് ഉണ്ടായി വന്ന കോൺഫിഡൻസ് ഒന്നും ആവില്ല. മറിച്ച് ലോസിന്റെ ഒക്കെ ഹിസ്റ്ററിയെ മറന്നുകൊണ്ട് ഒരു ഓവർ കോൺഫിഡൻസ്, എന്നാലും ശരി ഇതെന്തായാലും വിജയിക്കും എന്നുള്ള ആ ഒരു ഓവർ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് വരുന്നത് അല്ലെങ്കിൽ അയാളിൽ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് അയാളുടെ ഒപ്റ്റിമിസം ബയസ് ആണ്. അപ്പൊ ചില ആളുകൾക്ക് അവരുടെ സ്ട്രാറ്റജിയെ പറ്റിയിട്ടൊക്കെ കാണിക്കുന്ന വിശ്വാസം അതിഭീകരമായിരിക്കും എന്ന് പറയാം. നമ്മുടെ പ്രോഗ്രാമിലേക്ക് അന്വേഷിക്കുന്ന ചില ആളുകളൊക്കെ ആയിട്ട് പലപ്പോഴും ചില ഡിബേറ്റുകൾ തന്നെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അവർ പറയുന്നത് എന്റെ സ്ട്രാറ്റജിയിൽ ഒന്നും നോക്കാനില്ല, അത് അബ്സല്യൂട്ട്ലി വർക്ക് ചെയ്യുന്നതാണ്, പെർഫെക്റ്റ് സ്ട്രാറ്റജിയാണ് എന്ന് വിശ്വസിക്കുന്നു. ആ ഓവർ കോൺഫിഡൻസ് അവരുണ്ട്. എന്നാൽ ഡേറ്റകൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പരിശോധിക്കുന്ന സമയത്ത് അവർ വിശ്വസിക്കുന്ന അത്രമാത്രം ഒന്നും അതിനകത്ത് എലമെന്റുകൾ ഉണ്ടായിരുന്നില്ല, അത്രയ്ക്കൊന്നും വർക്ക് ചെയ്യുന്ന കാര്യമായിരുന്നില്ല അതെന്നുള്ളത് കണ്ടെത്താൻ പറ്റും. അപ്പൊ അവിടെ കണ്ടെത്താനുള്ള സാധ്യതകൾ അവരുടെ മനസ്സ് തടയുമെന്നുള്ളതാണ്. അപ്പൊ നമുക്കിത് ബാക്ക് ടെസ്റ്റ് ചെയ്യണം, അതിന്റെ കൃത്യമായിട്ട് ഡേറ്റ എടുക്കണം, ഒരു മൂന്നാമതൊരു പേഴ്സൺ അതിനെ മോണിറ്റർ ചെയ്യണം എന്ന് പറഞ്ഞാൽ പോലും അവരുടെ മനസ്സിന്റെ ഒരു ഭാഗം അതിനെ റെസിസ്റ്റ് ചെയ്യും. കാരണം ഇത് പൊളിഞ്ഞാൽ ഇത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നതാണെന്നുള്ള വിശ്വാസത്തിൽ മുറുകെ പിടിക്കാനാണ് അയാൾക്ക് ഇഷ്ടം, അതുമായിട്ട് മുന്നോട്ട് പോകാനാണ് അയാൾക്ക് ഇഷ്ടം. ഇതിൽ പോരായ്മകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ അയാൾ താലോലിച്ച് വരുന്ന അയാളുടെ ഒപ്റ്റിമിസം ബയസിന് വർക്ക് ചെയ്യാൻ അവിടെ സാധ്യത ഉണ്ടാവില്ല. കാരണം അതൊരു ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞ് വീഴും.
അപ്പൊ അയാൾക്ക് തീർച്ചയായിട്ടും അതിൽ വിശ്വസിക്കാൻ പറ്റില്ല, അയാളുടെ സ്ട്രാറ്റജിയിൽ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ റിയാലിറ്റി കണ്ടെത്താനുള്ള സാധ്യതകളെയൊക്കെ അവരുടെ മനസ്സ് പലപ്പോഴും തടയുന്നത് കാണാം. അവരതിൽ വില്ലിങ് ആവാതെ നിൽക്കുന്നത് കാണാം. പ്രോഗ്രാമിലൊക്കെ ആ ഒരു പാഷൻ മാത്രം മാറ്റിയിട്ട് ബാക്കി സൈക്കോളജി മാത്രം ഡിസ്കസ് ചെയ്യണം എന്നുള്ളത് പോലെയുള്ള ആർഗ്യുമെന്റിലേക്കൊക്കെ ആളുകൾ വരുന്നത് കാണാറുണ്ട്. ഇപ്പൊ ഇവിടെയൊക്കെ കാണുന്നത് ഒപ്റ്റിമിസം ബയസിന്റെ ഇൻഫ്ലുവൻസ് ആണ്. മറ്റൊന്ന് കമ്പൽസീവ് ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ബിഹേവിയർ ആയിട്ട് ഒപ്റ്റിമിസം ബയസ് ട്രേഡിങ്ങിൽ കാണുന്നുണ്ട്. എന്താണ് കമ്പൽസീവ് ട്രേഡിംഗ് എന്ന് പറയുന്നത്? നിങ്ങളുടെ സ്ട്രാറ്റജി പ്രകാരം നിങ്ങൾ ട്രേഡ് എടുത്തു, ആ ട്രേഡ് ലോസിലാണ് എന്ന് കരുതാം. പക്ഷേ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ സ്ട്രാറ്റജി പ്രകാരമല്ലാത്തൊരു ട്രേഡ് എടുക്കാൻ ഒരു കമ്പൽഷൻ നിങ്ങൾ ഉണ്ടാവുന്നു. നിങ്ങൾ ആ കമ്പൽഷനിൽ ട്രേഡ് എടുക്കുന്നു. ആ കമ്പൽഷന്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് ആ ട്രേഡിൽ നിങ്ങൾ പ്രോഫിറ്റിലാവുമെന്ന് കരുതുന്നതാണ്. അപ്പൊ നിങ്ങളുടെ സ്ട്രാറ്റജി ഒക്കെ ഉണ്ടെങ്കിലും സ്ട്രാറ്റജി ബ്രേക്ക് ചെയ്തിട്ട് പലപ്പോഴും പല ട്രേഡുകൾ റാൻഡംലി എടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഒപ്റ്റിമിസം ബയസ് ആണ്. മുമ്പ് ഡിസ്കസ് ചെയ്ത ആക്ഷൻ ബയസിന്റെ സ്വാധീനവും അവിടെ ഉണ്ടാവും. സൈക്കോളജി സീരീസ് മുഴുവനായിട്ട് കാണാതെ ആദ്യമായിട്ട് ചാനലിൽ വന്നിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ സൈക്കോളജി സീരീസ് മുഴുവനായിട്ട് കാണുക. മുഴുവൻ എപ്പിസോഡിന്റെയും ലിങ്ക് പ്ലേലിസ്റ്റ് ഒന്നിച്ച് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ഒരു ദിവസം ഒരു എപ്പിസോഡ് എന്നുള്ള രീതിയിൽ മാത്രം കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ പറഞ്ഞു വന്നത് ഈ കമ്പൽസീവ് ട്രേഡിങ്ങിന്റെ റീസൺ ആയിട്ട് നമ്മുടെ ഒപ്റ്റിമിസം ബയസ് നിലനിൽക്കുന്നു എന്നുള്ളതാണ് പല റാൻഡം ട്രേഡുകളുടെയും വികാരമായിട്ട്. കാരണം ആ റാൻഡം ട്രേഡിന്റെ എക്സ്പെക്ടേഷൻ നമ്മൾ ആദ്യം കാണിച്ച പിക്ചർ പോലെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ പോയിന്റ് ഈ പോയിന്റ് ആണ്. നമ്മൾ യഥാർത്ഥത്തിൽ ഒപ്റ്റിമിസം ബയസ് കൊണ്ട് നിങ്ങൾ അടുത്ത ട്രേഡ്, ഒന്നിന് ശേഷം രണ്ടാമത്തെ ട്രേഡ്, മൂന്നാമത്തെ ട്രേഡ് എന്ന രീതിയിൽ നിങ്ങളെ കൊണ്ടുപോകുന്ന ആക്ച്വൽ നിങ്ങളുടെ ഉള്ളിലുള്ള ബിലീവ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ നാലാമത്തെ പോയിന്റ് ആണ്. അത് മറ്റൊന്നുമല്ല, തിങ്കിങ് ഇൻ ടേംസ് ഓഫ് സെർട്ടനിറ്റി റാദർ ദാൻ പ്രോബബിലിറ്റി. നിങ്ങൾ ഒരു ട്രേഡിനെ കാണുന്നത് അതൊരു സെർട്ടനിറ്റി എന്ന രീതിയിലാണ്, അതൊരു പ്രോബബിലിറ്റി ആയിട്ട് നിങ്ങൾ കാണുന്നേ ഇല്ല. ആ വിശ്വാസം നിങ്ങളിൽ കൊണ്ടുവന്നത് ഈ ബയസാണ്, ഒപ്റ്റിമിസം ബയസാണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ ആദ്യത്തെ ട്രേഡ് ലോസ് ബുക്ക് ചെയ്തു. ലോസ് ബുക്ക് ചെയ്യുമ്പോൾ അടുത്ത ട്രേഡിൽ നിങ്ങളത് പ്രോഫിറ്റ് ഉണ്ടാക്കുമെന്നും അടുത്ത ട്രേഡ് സെർട്ടനിറ്റിയാണ്. സെർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമാണ്, അതെന്തായാലും പ്രോഫിറ്റിലാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ്, ഉള്ളിൽ ആ പ്രോഗ്രാമിംഗ് ഉള്ളത് കൊണ്ടാണ്, സെർട്ടനിറ്റി കണ്ടീഷൻ ഉള്ളത് കൊണ്ടാണ്, ഉറച്ച വിശ്വാസം. നിങ്ങൾ ഫാൾസ് വിശ്വാസമാണത്, റിയലിസ്റ്റിക് അല്ല. അപ്പൊ നിങ്ങൾ രണ്ടാമത്തെ ട്രേഡ് ട്രൈ ചെയ്യാണ്. ഇനി ആദ്യത്തെ ട്രേഡ് പ്രോഫിറ്റിലായി, അപ്പൊ പ്രോഫിറ്റ് ഇപ്പൊ 3000 ഉള്ളത് 6000 ആക്കാം എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കുമ്പോൾ രണ്ടാമത്തെ ട്രേഡിനെ നിങ്ങൾ കാണുന്നത് അതൊരു സെർട്ടനിറ്റി ആയിട്ടാണ്, അത് ഒരു പ്രോബബിലിറ്റി ആയിട്ടല്ല. ഈ എലമെന്റ് ആണ് യഥാർത്ഥത്തിൽ ഒന്നിന് ശേഷം രണ്ടാമത്തെ ട്രേഡ് അല്ലെങ്കിൽ രണ്ടാമത്തിന് ശേഷം മൂന്നാമത്തെ ട്രേഡ് എന്നുള്ളതിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യുന്ന ജസ്റ്റ് വൺ സെന്റൻസ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രോഗ്രാമിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഭാഗമാണത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കാര്യത്തിന്, ആ വിശ്വാസത്തിനെ പൊളിച്ചാൽ ഒരാളുടെ കുറേയധികം പ്രശ്നങ്ങൾ തീരും, അല്ലെ? അപ്പൊ ഈ ഒരു വിശ്വാസമാണ് അയാൾ ഒന്നിന് ശേഷം 2 അല്ലെങ്കിൽ 3 എന്നുള്ള ട്രേഡിലേക്ക് പോകുന്നത്. അപ്പൊ ഈ വിശ്വാസത്തിനെ കണക്ട് ചെയ്തുകൊണ്ട് അതിനെ ചില കാര്യങ്ങളിൽ അതിൽ ചില ഡേറ്റകൾ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ദിവസം ഒരു ട്രേഡിൽ ഒതുങ്ങണോ അതല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ട്രേഡുകൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ പോയിന്റ് കൃത്യമായിട്ട് ഓർമ്മയിൽ വെക്കുക. നമ്മൾ ഓവറാൾ ഈ ഒപ്റ്റിമിസം ബയസ് എന്നുള്ളതിനെ മറികടക്കാൻ, അതിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ, അതിനെ ലഘൂകരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിൽ ഡിസ്കസ് ചെയ്യുന്ന ലാസ്റ്റത്തെ പോയിന്റും നമ്മളിപ്പോ ഈ പറഞ്ഞ ഇതിലെ 4ാമത്തെ ഈ പോയിന്റും, അത് രണ്ടും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ദിവസം ഒരു ട്രേഡ് എടുക്കണോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ട്രേഡുമായിട്ട് മുന്നോട്ട് പോകണോ എന്നുള്ളതിൽ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിൽ ഈ ഓവറോൾ ഈ ഒപ്റ്റിമിസം ബയസിനെ നിങ്ങളുടെ ജീവിതത്തിലും ട്രേഡിങ്ങിലൊക്കെ കാണുന്ന ഒപ്റ്റിമിസം ബയസിനെ എങ്ങനെ നിങ്ങൾക്ക് ഒഴിവാക്കിയെടുക്കാൻ, കുറച്ച് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിന്റെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അവയർനെസ്സും എഡ്യൂക്കേഷനുമാണ്. അപ്പൊ അതിൽ എഡ്യൂക്കേഷനാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ കാര്യം ഒപ്റ്റിമിസം ബയസിനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പഠിച്ചാൽ മാത്രം പോരാ, ഇത്തരം സാഹചര്യങ്ങൾ ലൈഫിൽ വരുന്ന സമയത്ത് ഇവിടെ എന്നിൽ സംഭവിക്കുന്നത് ഒപ്റ്റിമിസം ബയസ് ആണ് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റുമ്പോൾ നിങ്ങൾക്ക് അതിന് മാറി നിൽക്കാൻ പറ്റും. അങ്ങനെ തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ നിങ്ങൾ ഈ പഠിച്ച കാര്യം വീണ്ടും ആവർത്തിച്ച് പഠിച്ച് റിപ്പീറ്റ് ചെയ്ത് നിങ്ങളുടേതാക്കി മാറ്റണം. അപ്പൊ ആവർത്തിച്ചുള്ള പഠനം അവിടെ പ്രധാനപ്പെട്ടതാണ്, അവയർനെസ് ബിൽഡ് ചെയ്യാൻ. അപ്പൊ ഈ ആവർത്തിച്ചുള്ള പഠനം കൊണ്ട് മാത്രമേ ഒരാൾക്ക് അവയർനെസ്സിൽ എത്താൻ പറ്റുള്ളൂ. അപ്പൊ അവയർനെസ്സിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും. അപ്പൊ ഈ നിങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇപ്പൊ തന്നെ വീഡിയോ സേവ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ലൈഫിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വീണ്ടും ഈ കാര്യങ്ങൾ വന്ന് റിമൈൻഡ് ചെയ്യുക, റീഫ്രഷ് ചെയ്യുക ആ നോളജുകൾ. മറ്റൊരു എക്സസൈസ് നിങ്ങൾക്ക് തരാനുള്ളത് അവയർനെസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇത്രയും കാലം കൊണ്ട് എടുത്തിട്ടുള്ള പല തീരുമാനങ്ങളും ഇതുപോലുള്ള പല പ്ലാനുകളിലും എവിടെയൊക്കെയാണ്
ഒപ്റ്റിമിസം ബയസിന്റെ സ്വാധീനം ഉണ്ടായിരുന്നത് എന്നുള്ളതൊന്ന് വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അത് എഴുതി വെക്കുക 1, 2, 3 ഇൻസിഡന്റ് ആയിട്ട്. ഇപ്പൊ എന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, എന്റെ ലൈഫിൽ ഞാൻ കുറച്ച് നാളത്തെ ഗൾഫിലെ ജീവിതത്തിന് ശേഷം ഒരു സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നു. അപ്പൊ ആ കാലഘട്ടത്തിൽ വളരെയധികം പെസിമിസ്റ്റ് ആയിരുന്ന ഞാൻ, ടീനേജിൽ വളരെയധികം ശുഭാപ്തി വിശ്വാസത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്ന ഞാൻ, നിരന്തരം ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആയി. അപ്പൊ എന്നിലുള്ള ഒപ്റ്റിമിസം ബയസ് വളരെയധികം ട്രിഗർ ചെയ്യപ്പെട്ടു. പ്രത്യേകിച്ച് വിജയമന്ത്രങ്ങൾ എന്നുള്ള DC ബുക്സിലെ സീരീസിലെ എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിച്ചു തീർത്തു. ശിവഗേരയുടെ യു ക്യാൻ വിൻ, പോസിറ്റീവ് തിങ്കിങ് ഫോർ ലൈഫ് സക്സസ്, ഫെയിലിയർ ഈസ് നെവർ ഫൈനൽ, സക്സസ് ഈസ് നെവർ എൻഡിങ് എന്ന് പറഞ്ഞതുപോലെയുള്ള ലോട്ട്സ് ഓഫ് ബുക്സ് നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പൊ ആ പുസ്തകങ്ങളെല്ലാം കൂടെ എന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ഒപ്റ്റിമിസം ബയസ് എന്നിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ഓൾറെഡി നമ്മുടെ ഉള്ളിലുണ്ടത്. അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങിലൂടെ ഒക്കെ നമ്മൾ ഉണ്ടായി വരാൻ സാധ്യതയുള്ള ഒരു ബയസും കൂടിയാണിത്. നിങ്ങൾ ഈ ഡയറക്റ്റ് സെല്ലിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടീഷൻ അതായിരിക്കും. അവരെല്ലാം അതങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് ആ റിയാലിറ്റി മറന്നുകൊണ്ട് ഒരു വല്ലാത്ത ഒരു ഒപ്റ്റിമിസം ബയസിലേക്ക് അവരെത്തുന്നു. എന്നാൽ ഈ ബയസുമായിട്ട് പോകുന്ന എല്ലാവരും വിജയിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ നിങ്ങളുടെ ലൈഫിൽ, അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ ബിസിനസ്, ഈ ഒരു ഒപ്റ്റിമിസം ബയസിന്റെ ഇൻഫ്ലുവൻസിനാൽ ഞാൻ ബിസിനസ് തുടങ്ങുമ്പോൾ ഞാൻ പ്ലാൻ ചെയ്തത് എന്ന് ഓർക്കണം. എന്റെ ഗൾഫിലുള്ള സമ്പാദ്യം മുഴുവൻ ഞാൻ ആ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അവസാനം ഒരു 1-1.25 ലക്ഷം അക്കൗണ്ടിൽ ബാക്കിയുള്ളത് ഈ ബിസിനസ്സിൽ ഞാൻ ആളുകളേക്ക് മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ കാറിൽ തന്നെ പോകണം എന്നുള്ള രീതിയിൽ ആ 1.25 ലക്ഷം ഇനീഷ്യൽ പേയ്മെന്റ് അടച്ചുകൊണ്ട് കാർ വാങ്ങുന്നു. ബാക്കി ഓരോ മാസത്തെയും EMI അടയ്ക്കാനുള്ള ഫണ്ട് ഈ ബിസിനസ്സിലെ റിട്ടേൺ ആദ്യത്തെ മാസം മുതൽ വന്ന് തുടങ്ങുമെന്നുള്ള ബ്ലണ്ടർ ആയിരുന്നു എന്റെ പ്ലാൻ, എന്റെ വിശ്വാസം. ഇപ്പൊ അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിച്ച എന്റെ ഉള്ളിലുള്ള ഘടകം എന്ന് പറയുന്നത് ഒപ്റ്റിമിസം ബയസ് ആയിരുന്നു. അപ്പൊ അതിനുശേഷം പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ ലൈഫിലും ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത അബദ്ധങ്ങളിൽ ഒപ്റ്റിമിസം ബയസിന്റെ സ്വാധീനത്താൽ നിങ്ങൾ ചെയ്ത അബദ്ധങ്ങൾ എന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട എക്സസൈസ് ആണ്. ഓക്കെ, അതിന്റെ ഒരു സാമ്പിൾ ആണ് ഞാനിവിടെ. സിനാരിയോ പ്ലാനിങ് എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത്. എന്താണ് സിനാരിയോ പ്ലാനിങ് എന്ന് പറയുന്നത്? നിങ്ങളൊരു കാര്യം പ്ലാൻ ചെയ്തു, ഒരു ഡിസിഷൻ എടുത്തു, ആ പ്ലാനിലേക്ക് പോകുമ്പോൾ ആ പ്ലാൻ അതിലേക്കല്ല പോകുന്നത് എങ്കിൽ വേറെ എങ്ങോട്ടൊക്കെയാണ് ഈ സാഹചര്യം പോകാൻ സാധ്യതയുള്ളത്. അപ്പൊ സിനാരിയോ BC എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പ്ലാൻ BC എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിശകലനം ചെയ്യുന്നു. നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി തീരുമാനിക്കുന്നു. അപ്പൊ ബിസിനസ് വിജയിച്ചിട്ടില്ലെങ്കിൽ എന്താണ് എന്നുള്ളതാണ് നിങ്ങളുടെ സിനാരിയോ പ്ലാൻ B എന്ന് പറയുന്നത്. നിങ്ങളൊരു നിലവിലുള്ള ജോലി ഉപേക്ഷിച്ച് ഫുൾ ടൈം ട്രേഡിംഗിലേക്ക് ഇറങ്ങണം എന്ന് തീരുമാനിക്കുന്നു. അടുത്തൊരു 6 മാസം കൊണ്ട്, 1 വർഷം കൊണ്ട് ഞാൻ ട്രേഡിംഗിൽ വിജയിക്കും, പണം ഉണ്ടാക്കുന്നു കരുതുന്നു, ആ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നു. അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ എന്താണ് അടുത്ത പ്ലാൻ, അടുത്ത സിനാരിയോ എന്താണ്? അല്ലെങ്കിൽ അടുത്തൊരു 6 മാസത്തേക്ക് ഞാൻ 6 മാസം കൊണ്ട് റിട്ടേൺ എല്ലാ മാസവും ആദ്യത്തെ മാസം മുതൽ തന്നെ റിട്ടേൺ ഉണ്ടാക്കുന്നു കരുതുന്നു. എന്നാൽ ആദ്യത്തെ മാസം മുതൽ റിട്ടേൺ ഇല്ലെങ്കിൽ എന്താണ് സിനാരിയോ നമ്പർ 2 ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് ചിന്തിക്കുന്നതാണ് സിനാരിയോ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഇത് ട്രേഡ് ചെയ്യുമ്പോൾ, നിങ്ങൾ ട്രേഡിൽ എൻട്രി എടുക്കുമ്പോൾ പോലും നിങ്ങൾക്ക് സിനാരിയോ പ്ലാനിങ് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഒരു പെർട്ടിക്കുലർ ലെവലിൽ ബ്രേക്ക്ഔട്ട് കിട്ടി, ആ ബ്രേക്ക്ഔട്ടിന്റെ മുകളിലേക്ക് പ്രൈസ് പോയി തൊട്ടടുത്ത ലെവൽ വരെ എത്തുമെന്നുള്ളതാണ് നിങ്ങൾ മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്നത്, നിങ്ങളുടെ എക്സ്പെക്ടേഷൻ. അങ്ങനെയാണ് നിങ്ങൾ ട്രേഡ് എടുത്തിട്ടുള്ളത്. അപ്പൊ അവിടെ സിനാരിയോ പ്ലാനിങ് പ്രകാരം നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇതാണ് നിങ്ങൾ കാണുന്ന ആദ്യത്തെ നിങ്ങളുടെ സിനാരിയോ. രണ്ടാമത്തെ സിനാരിയോ എന്ന് പറഞ്ഞാൽ ആ ടാർഗറ്റിലേക്ക് പോകാതെ മാർക്കറ്റ് അവിടെ തന്നെ എങ്ങനെ കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കുന്നു. മൂന്നാമത്തെ സിനാരിയോ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് അവിടെ നിന്ന് ജസ്റ്റ് നേരെ തിരിഞ്ഞ് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് എടുത്ത് താഴത്തെ ലെവലിൽ എത്തുന്നു. അപ്പൊ അങ്ങനെ താഴത്തെ ലെവലിൽ എത്തുകയാണെങ്കിൽ സിനാരിയോ പ്ലാൻ C പ്രകാരം ഇവിടുന്ന് എനിക്ക് ട്രേഡ് എടുക്കാൻ, അടുത്ത ഒരു ട്രേഡ് അവിടെ നിന്ന് എടുക്കാൻ പറ്റുമോ? അതോ ആ സ്റ്റോപ്പ് ലോസ് എടുത്ത് താഴെ വന്നതോടുകൂടി ഞാൻ എന്റെ വ്യൂ എന്താണോ ആ വ്യൂ തെറ്റി എന്ന് മാർക്കറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടോ? സ്റ്റോപ്പ് ലോസ് എടുത്തതോടുകൂടി എന്റെ വ്യൂ തെറ്റി എന്നും എന്റെ ആദ്യത്തെ സിനാരിയോ ഞാൻ പ്രതീക്ഷ വർക്ക് ചെയ്യുന്നില്ല, ഇനി വേറെ താഴേക്കുള്ള ഒരു സിനാരിയോ ആണ് വർക്ക് ചെയ്യുന്നത് എന്നും നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നു. അപ്പൊ അടുത്ത ലെവലിൽ നിങ്ങൾക്ക് ബൈയിൽ എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ സെല്ലിൽ നിൽക്കാനും പറ്റാത്ത ഏരിയയാണ്, അതല്ലെങ്കിൽ അവിടുന്ന് അങ്ങനെ എത്തുകയാണെങ്കിൽ അത് അവിടുന്ന് താഴേക്കാണെങ്കിൽ സെല്ലിൽ നിൽക്കാം എന്നുള്ള സിനാരിയോ കൂടെ നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സിനാരിയോകൾ ഉണ്ടാവും. നിങ്ങൾ ഒരു കാര്യത്തിൽ മാത്രം ബ്ലൈൻഡ് ആയിട്ട് ഫോക്കസ് ചെയ്തിട്ട് അത് തന്നെ സംഭവിക്കും എന്ന സെർട്ടനിറ്റി മൈൻഡോട് കൂടി നിൽക്കില്ല. അപ്പൊ തിങ്കിങ് ഇൻ ടേംസ് ഓഫ് സെർട്ടനിറ്റി എന്ന് പറയുന്നത് ഒപ്റ്റിമിസം ബയസ് കൊണ്ട് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണല്ലോ. അപ്പൊ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ആ സെർട്ടനിറ്റി ആറ്റിറ്റ്യൂഡിനെ മറികടക്കാനും കൂടെ ഈ എലമെന്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. മൾട്ടിപ്പിൾ സിനാരിയോകൾ നിങ്ങൾ വരച്ച് തന്നെ നോക്കുന്നു. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സീക്കിംഗ് ഫീഡ്ബാക്ക് എന്നുള്ളതാണ്. നിങ്ങളുടെ പ്ലാന്, നിങ്ങൾ ട്രേഡിംഗിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിന് നിങ്ങൾക്ക് ചില പ്ലാനുകൾ സെറ്റ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ ആൾറെഡി ട്രേഡിംഗിൽ നിങ്ങൾ ഫേസ് ചെയ്ത ചലഞ്ചുകളൊക്കെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോയ ഒരാളെ കാണുന്നുണ്ടെങ്കിൽ, അറിയുന്നുണ്ടെങ്കിൽ അയാളുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്, ഇങ്ങനെയാണ് ഞാൻ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്,
എന്താണ് നിങ്ങൾക്ക് തരാനുള്ള ഒപ്പീനിയൻ എന്നുള്ളത്. ഒരു ഒപ്പീനിയൻ സീക്ക് ചെയ്യുന്ന ഒരു രീതി, ഫീഡ്ബാക്കുകൾ എടുക്കുന്ന ഒരു രീതി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ജീവിതത്തിൽ ഏത് മേഖലയിലാണെങ്കിലും നിങ്ങൾ മേജർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുമ്പോൾ ആൾറെഡി അത്തരം ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയ പരിചയമുള്ള ഒരാളുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എടുത്ത ആ ഡിസിഷന്റെ ഫീഡ്ബാക്ക് ഒന്ന് ആളുടെ അടുത്തും കൂടെ ഒപ്പീനിയൻ എടുക്കുക. കാരണം നമ്മളിൽ ചില ബ്ലൈൻഡ് സ്പോട്ടുകൾ വരും ഈ ഒപ്റ്റിമിസം ബയസ് ആക്റ്റീവ് ആവുന്ന സമയത്ത്. അപ്പൊ നമ്മൾ എക്സ്ട്രീംലി ഒപ്റ്റിമിസ്റ്റിക് ആവും. അപ്പൊ അതിൽ വരാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യൽ ത്രെറ്റുകളൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഭാഗങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാൻ നിങ്ങൾക്ക് വേറെ ആളുടെ അടുത്ത് ഫീഡ്ബാക്ക് എടുക്കുന്നത് നല്ലതാണ്. അപ്പൊ നിങ്ങളൊരു മേഖലയിൽ എക്സ്പേർട്ട് ആണെങ്കിൽ പോലും ഈ സാധ്യത നിങ്ങളിലുണ്ട്. അപ്പൊ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ പോലും നിങ്ങൾ ഫീഡ്ബാക്കുകൾ റിസീവ് ചെയ്യാൻ ഓപ്പൺ ആയിരിക്കണം. ഞാൻ അതിൽ ഫോക്കസ് ചെയ്യാം അല്ലെങ്കിൽ നോക്കട്ടെ എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ ഫീഡ്ബാക്കുകളൊക്കെ എടുക്കേണ്ടത്. അപ്പോൾ സീക്കിംഗ് ഫീഡ്ബാക്ക് ആണ് ഇവിടെ നമ്മൾ ഒപ്റ്റിമിസം ബയസിനെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോളുകളാവണം നിങ്ങൾ വെക്കേണ്ടത്. നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ റിയലിസ്റ്റിക് ആവുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ ട്രേഡിങ്ങിലൊക്കെ നിങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത് പോലെ നിങ്ങൾ ഒരു പെർട്ടിക്കുലർ എമൗണ്ടുമായിട്ട് വന്നിട്ട് നിങ്ങൾ കോടികൾ ഉണ്ടാക്കണമെന്ന് കരുതുമ്പോൾ ഒരു 10 കോടിയിലേക്ക് എത്തണമെങ്കിൽ ആദ്യം 10 ലക്ഷത്തിൽ എത്തണം അല്ലേ. അപ്പൊ ഇപ്പൊ നിങ്ങൾ 5 ലക്ഷം ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ 3 ലക്ഷം മാത്രം റിട്ടേൺ ഒരു വർഷത്തിലുള്ള ഒരാളാണെങ്കിൽ ആദ്യം നിങ്ങളുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾ 5 ലക്ഷമാണ്. 10 ലക്ഷം പിന്നെയാണ് വരുന്നത്. 10 ലക്ഷം കഴിഞ്ഞിട്ടാണ് 1 കോടി വരുന്നത്. 1 കോടി കഴിഞ്ഞിട്ടാണ് പിന്നെ അല്ലെങ്കിൽ 50 ലക്ഷം കഴിഞ്ഞിട്ടാണ്. അപ്പൊ അങ്ങനെ അതിനെ പല ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ചെറിയ ചെറിയ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ടാർഗറ്റുകൾ ലക്ഷ്യമായിട്ട് വെക്കുക. അപ്പൊ അത് റിയലിസ്റ്റിക് ആയിട്ട് മാറും. അങ്ങനെ വേണം നിങ്ങളുടെ വലിയ ടാർഗറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരിക്കലും സാധ്യമല്ലാത്ത വളരെ അപൂർവം ചിലർ മാത്രം ചെയ്യുന്ന 1000% റിട്ടേൺ 2000% റിട്ടേൺ തുടക്കത്തിൽ തന്നെ വെക്കാതെ ചെറിയ റിട്ടേണുകൾ വെച്ചിട്ട് ഗോളായിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് ഒപ്റ്റിമിസം ബയസിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ചെയ്യാനുള്ള ഒരു കാര്യമാണ്. ഏറ്റവും അവസാനത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഈ പോയിന്റാണ് നമ്മുടെ സൊല്യൂഷനിലേക്ക് എത്തുന്ന പോയിന്റ് എന്ന് പറയുന്നത്. റിസ്ക് അസസ്മെന്റ് എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. ഈ വീഡിയോയെ സംബന്ധിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ദിവസം ഒരു ട്രേഡ് എടുക്കണോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ട്രേഡ് എടുക്കണോ എന്നുള്ള കാര്യത്തിലേക്ക് തീരുമാനം എടുക്കാൻ നമ്മളെ സഹായിക്കാൻ പോകുന്ന പോയിന്റ് റിസ്ക് അസസ്മെന്റ് ആണ്. റിസ്ക് അസസ്മെന്റിൽ അത് ഇവിടെ ട്രേഡിങ്ങിൽ ഈ തീരുമാനം എടുക്കാൻ നമ്മൾ എങ്ങനെ ഈ റിസ്കിനെ അസസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമ്മള് സിനാരിയോ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ നമ്മുടെ ഒരു ഓപ്ഷനെ പറ്റി പറഞ്ഞു അല്ലെ, നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ തന്നെ അതിനെ ഒന്നും കൂടെ കീറി മുറിച്ച് ആ സിനാരിയോ പ്ലാനിങ്ങിനെ ഒന്നും കൂടെ ഡെപ്തിൽ നിങ്ങൾ അനലൈസ് ചെയ്താൽ എന്താണോ സംഭവിക്കുക, എന്ത് ഡേറ്റകളാണോ നിങ്ങൾക്ക് കിട്ടുക, അതാണ് ആക്ച്വലി റിസ്ക് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആ തീരുമാനം എടുക്കാൻ പോവുകയാണെങ്കിൽ ഒരു ദിവസം ഒരു ട്രേഡ് എടുക്കണോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ട്രേഡ് എടുക്കണോ, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ജേണൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണെങ്കിൽ കഴിഞ്ഞ 100 ട്രേഡുകളുടെ ഡേറ്റ നിങ്ങൾ എടുക്കുക ജേണലിൽ നിന്ന്. ജേണൽ മെയിൻറ്റെയിൻ ചെയ്യാത്ത ഒരാളാണെങ്കിൽ നിങ്ങളെ ബ്രോക്കർ എടുത്തുന്നത് ഡൗൺലോഡ് ചെയ്യുക എക്സലൊക്കെ ആയിട്ട്. 100 ട്രേഡിൽ നിങ്ങൾ എത്ര ട്രേഡുകൾ വിൻ ചെയ്തിട്ടുണ്ട് നോക്കുക. ഒരു എക്സാമ്പിൾ, നിങ്ങൾ 30 ട്രേഡുകളാണ് 100 ട്രേഡിൽ വിജയിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ 35 ട്രേഡാണ് 100 ട്രേഡിൽ നിങ്ങൾ വിജയിച്ചിട്ടുള്ളത് എന്ന് കരുതാം. അതിനർത്ഥം നിങ്ങൾ 65% ട്രേഡുകളിലും അല്ലെങ്കിൽ ഓരോ നിങ്ങൾ എടുക്കുന്ന ട്രേഡിലും 65% പരാജയ സാധ്യതയാണുള്ളത്. 35% നിങ്ങൾ 100ൽ 35 ട്രേഡാണ് നിങ്ങൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ 65% നിങ്ങളുടെ ഓരോ ട്രേഡിലും പരാജയപ്പെടാനാണ് സാധ്യത. നോട്ട് ദ പോയിന്റ്. നിങ്ങൾ എടുക്കുന്ന ഈച്ച് ആൻഡ് എവറി ട്രേഡ് അതിൽ 50-50 ചാൻസ് അല്ല ഉള്ളത്. നമ്മൾ ഒരു ട്രേഡ് എടുക്കുമ്പോൾ ലാഭത്തിലാവാനും നഷ്ടത്തിലാവാനും 50-50 ചാൻസ് ആണെന്ന് പറയും. അല്ല, 65% നിങ്ങൾ എടുക്കുന്ന ട്രേഡ് പരാജയപ്പെടാൻ സാധ്യത. അപ്പൊ നിങ്ങൾ ആദ്യത്തെ ട്രേഡ് എടുത്തു, ആ ട്രേഡിൽ നിങ്ങൾ ലോസ് ബുക്ക് ചെയ്തു എന്ന് കരുതാം. അപ്പൊ ആ ലോസ് റിക്കവർ ചെയ്യാൻ വേണ്ടി രണ്ടാമത്തെ ട്രേഡിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കേണ്ടത്, ഞാൻ ഇതുവരെയുള്ള എന്റെ ഹിസ്റ്ററി കാണിക്കുന്നത് 65% ട്രേഡുകളും ഞാൻ എടുത്ത് പരാജയമാണ്. അപ്പൊ ഈ ട്രേഡ് ലാഭത്തിലാവുന്നതിനേക്കാൾ നഷ്ടത്തിലാവാനാണ് കൂടുതൽ സാധ്യത. അപ്പൊ ഈ ട്രേഡിലേക്ക് ഞാൻ പോയാൽ നിലവിൽ ഞാൻ ബുക്ക് ചെയ്ത ലോസ് ഡബിൾ ആയിട്ട് മാറും. അതെനിക്ക് സൈക്കോളജിക്കലി പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അതെനിക്ക് കൂടുതൽ പെയിൻ തരും. അപ്പൊ അതിന് മാറി നിൽക്കുന്നതല്ലേ നല്ലത് എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇനി ലാഭത്തിലാണെന്ന് കരുതാം. ലാഭത്തിലാണെങ്കിൽ ആ ട്രേഡ് ലാഭത്തിലാണെങ്കിൽ അടുത്ത ട്രേഡും കൂടെ എടുത്ത് പ്രോഫിറ്റിലാകാം എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരേണ്ട തോട്ട് എന്ന് പറയുന്നത്, ഞാൻ എടുക്കുന്ന ട്രേഡുകളിൽ 65% ട്രേഡുകളും പരാജയമാണ്. അപ്പൊ ഞാൻ അടുത്ത ട്രേഡ് എടുത്താൽ ഇപ്പൊ 3000 പ്രോഫിറ്റിൽ നിൽക്കുന്നത് 6000 ആക്കാം എന്ന് കരുതി ഞാൻ മുന്നോട്ട് പോകുമ്പോൾ അടുത്ത ട്രേഡ് 65% നഷ്ടത്തിലാവാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്റെ 3000 പ്രോഫിറ്റ് എന്നുള്ളത് 1500 ആയിട്ട് മാറും. അപ്പൊ ഞാൻ അടുത്ത ട്രേഡിലേക്ക് പോകണോ വേണ്ടയോ? അത് സൈക്കോളജിക്കലി എനിക്ക് കൂടുതൽ ബുദ്ധിമുട്ടല്ലേ ഉണ്ടാക്കുക. ഈ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു റിയാലിറ്റി ചെക്ക് മതി നിങ്ങൾക്ക് അടുത്ത ട്രേഡിൽ നിന്ന് മാറി നിൽക്കാൻ. അപ്പൊ ഇത് ഇപ്പൊ തന്നെ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്നേക്കുമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റും. നിങ്ങളുടെ
വിൻ റേഷ്യോ, നിങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാസങ്ങളായിട്ട് ചെയ്ത ട്രേഡുകളുടെ വിൻ റേഷ്യോ വെച്ചിട്ട് അത് ഒരു 40-ൽ താഴെയാണെങ്കിൽ നിങ്ങൾ അത് അത്രയും റിസ്ക് 60% നിങ്ങൾ ആ ട്രേഡ് രണ്ടാമത് എടുക്കുന്ന ട്രേഡ് നഷ്ടത്തിലാവാനുള്ള റിസ്ക് ആണ് എടുക്കുന്നത്. അത് കൂടുതൽ നഷ്ടത്തിലാവാനാണ്. ഇനി നേരെ തിരിച്ച് നിങ്ങൾ കഴിഞ്ഞൊരു 10-100 ട്രേഡ് നോക്കി അല്ലെങ്കിൽ 6 മാസം ട്രേഡ് നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് നിങ്ങൾ എടുത്ത ട്രേഡിൽ 100 ട്രേഡിൽ 70 ട്രേഡും വിൻ ചെയ്തതായിട്ടാണ് നിങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ 65 ട്രേഡും വിൻ ചെയ്തതായിട്ടാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ ആദ്യത്തെ ട്രേഡ് ലോസ് ബുക്ക് ചെയ്തിട്ട് രണ്ടാമത്തെ ട്രേഡ് എടുക്കുമ്പോൾ ആ രണ്ടാമത്തെ ട്രേഡ് വിൻ ചെയ്യാനുള്ള സാധ്യത 70% ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ലോസിനെ ചിലപ്പോൾ റിക്കവർ ചെയ്തേക്കാം. അപ്പോൾ 30% പരാജയപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കാം. പക്ഷെ അവിടെ കൂടുതൽ തവണ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ, പലതവണ നിങ്ങൾ ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ കൂടുതൽ തവണ രണ്ടാമത് നിങ്ങൾ എടുക്കുന്ന ട്രേഡ് വിജയിക്കും. കൂടുതൽ തവണ ചെയ്യുമ്പോൾ എന്ത് റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾ പ്രോഫിറ്റിൽ നിൽക്കുമ്പോൾ രണ്ടാമത്തെ ട്രേഡ് എടുക്കണമെന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, 70% വിൻ റേറ്റ് ഉള്ള നിങ്ങൾ രണ്ടാമത്തെ ട്രേഡ് കൂടെ എടുക്കണം പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അവിടെ അപ്പോഴും 30% നിങ്ങൾ ആ രണ്ടാമത്തെ ട്രേഡ് പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ ചില ട്രേഡുകൾ അങ്ങനെ പരാജയപ്പെട്ടാലും ലോങ് റണ്ണിൽ കുറെ അധികം ട്രേഡുകൾ എടുത്ത് നോക്കുമ്പോൾ കൂടുതൽ തവണയും നിങ്ങൾ രണ്ടാമത് എടുത്ത ട്രേഡ് വിജയിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ മൂന്നാമത് എടുത്ത ട്രേഡ് വിജയിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ ഡേറ്റ വെച്ചിട്ട് വേണം നിങ്ങൾ ഇതിലൊരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ. വളരെ ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ നമ്മൾ മൊത്തം കാര്യങ്ങളെ ഒന്ന് സമ്മറൈസ് ചെയ്താൽ, നമ്മൾ ആദ്യം പറഞ്ഞത് നമ്മൾ ഒരു ട്രേഡ് അല്ലെങ്കിൽ രണ്ടോ അതിൽ കൂടുതലോ ട്രേഡ് എടുക്കണോ എന്നുള്ള തീരുമാനം. അപ്പൊ ഒന്നിൽ കൂടുതൽ ട്രേഡ് എടുക്കണം എന്നുള്ള തോട്ട് വരുന്നത് ഒപ്റ്റിമിസം ബയസ് എന്നാണ്. ലൈഫിൽ എങ്ങനെയാണ് അത് സ്വാധീനിക്കുന്നത് എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ട്രേഡിങ്ങിൽ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നുള്ളതിന് പ്രധാനപ്പെട്ട 4 പോയിന്റുകൾ പറഞ്ഞു. അവിടെ നമ്മൾ 4ാമത് പറഞ്ഞ പോയിന്റ്, നമ്മൾ സെർട്ടണിറ്റി ആയിട്ട് ട്രേഡിനെ കാണുന്ന, പ്രോബബിലിറ്റി ആയിട്ട് കാണാത്ത ഒരു ബിലീഫ് സിസ്റ്റത്തിലേക്ക് നമ്മളെ ലീഡ് ചെയ്യുന്നത് ഒപ്റ്റിമിസം ബയസ് ആണെന്ന് പറഞ്ഞു. ആ ബിലീഫ് സിസ്റ്റം ആണ് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ടത്, അതിനെയാണ് സ്ക്രീൻ ചെയ്യേണ്ടത്. അതിനെ നമ്മൾ സ്ക്രീൻ ചെയ്തു. അപ്പോൾ ഒപ്റ്റിമിസം ബയസിനെ മറികടക്കാനുള്ള 5 പോയിന്റുകൾ നമ്മൾ പറഞ്ഞു. ആ 5 പോയിന്റിൽ 5ാമത്തെ പോയിന്റ് ആയിരുന്നു റിസ്ക് അസസ് എന്ന് പറയുന്നത്, റിസ്ക് അസസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ റിസ്ക് അസസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഈ സെർട്ടണിറ്റി ആറ്റിറ്റ്യൂഡിനെ നമുക്ക് ചലഞ്ച് ചെയ്യാനുള്ള ഒരു മെത്തേഡിലേക്ക് നമ്മൾ എത്തി. റിസ്ക് അസസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി രണ്ടാമത് നമ്മൾ എടുക്കുന്ന ട്രേഡ് കൂടുതൽ സാധ്യത ഒന്നുകിൽ ലോസിലാവാനാണ് അല്ലെങ്കിൽ പ്രോഫിറ്റിലാവാനാണ് എന്നുള്ളത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ നോളജ് നിങ്ങളുടെ ഉള്ളിലേക്ക് വെച്ചുകൊണ്ട്, ഈ അസസ്മെന്റിന്റെ ഡേറ്റ നിങ്ങളുടെ ഉള്ളിലേക്ക് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലൊരു തീരുമാനം എടുക്കാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറകോട്ട് പോകാൻ പറ്റില്ല. കാരണം ഇത് ലോജിക്കലാണ്, ഡേറ്റാ ബേസ്ഡ് ആണ്. നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് എടുക്കുന്ന ഒരു ഡിസിഷൻ അല്ല. ഈ രീതിയിൽ നമ്മുടെ ഉള്ളിലുള്ള ഓരോ പ്രോഗ്രാമുകളെയും കീറി മുറിച്ച് പരിശോധിച്ച് വേണം നമ്മൾ റിപ്പയർ ചെയ്യാൻ. ആ രീതിയിൽ റിപ്പയർ ചെയ്യുന്ന ഒരു മെത്തേഡ്, ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ളവർക്ക് സൈക്കോളജി കറക്റ്റ് ചെയ്യാൻ വേണ്ടി, ട്രേഡേഴ്സിലുള്ള ഇത്തരം ബയസുകളെ ഒക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത്തരം മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ അസസ്മെന്റ് ബേസിൽ കാര്യങ്ങളെ സോൾവ് ചെയ്യുന്ന, ഡിസിഷനുകൾ എടുക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാമാണ് സൈക്കോളജി 1-on-1 മെന്റർഷിപ്പ് പ്രോഗ്രാം. അപ്പോൾ പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള വിശദ വിവരങ്ങൾ ഇതാ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. ആദ്യമായിട്ട് ചാനൽ വന്നവർ അത് കണ്ട് മനസ്സിലാക്കിയിട്ട് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിലുകളുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാം. ഇനി വീഡിയോ ലൈക്ക് ചെയ്യുന്നത് മാത്രം പോരാ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളുകൾ, ആൾറെഡി സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഭൂരിഭാഗം ആളുകളും ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യൂട്യൂബിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുന്നത്. അപ്പോൾ അതൊന്ന് എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക. അപ്പൊ ഇതുവരെ സൈക്കോളജി സീരീസ് മുഴുവനായിട്ട് കാണാത്തവർ പറഞ്ഞതുപോലെ 1 by 1 ആയിട്ട് പതുക്കെ പതുക്കെ പഠിക്കുക. ഒന്നിച്ച് കാട് കയറിയ പഠനം നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷമേ ചെയ്യൂ. സമയമെടുത്ത് സാവകാശം പഠിച്ചു പോവുക. ഒരു പ്രൊഫഷണൽ രീതിയിൽ കാര്യങ്ങളെ പഠിക്കണം, അപ്രോച്ച് ചെയ്യണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പ്രോഗ്രാമിലേക്ക് വരികയും ചെയ്യാം. പ്രോഗ്രാമിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി നമ്മുടെ സൈക്കോളജി 1-on-1 മെന്റർഷിപ്പ് പ്രോഗ്രാമിനെ പറ്റിയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാൻ നോക്കാം. എന്താണ് പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്? ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഈ ദിവസം വരെ ഇന്ത്യയിൽ ട്രേഡേഴ്സിന്റെ സൈക്കോളജി ചേഞ്ച് ചെയ്യാനുള്ള ഹാൻഡ് ഹോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള 1-on-1 പ്രോഗ്രാമുകൾ, 1-on-1 ഹാൻഡ് ഹോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകൾ ഇല്ല. ഇത് തന്നെയാണ് ആദ്യത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആരാണ് ഈ പ്രോഗ്രാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത്? എന്ത് പ്രശ്നമുള്ള ആളുകളാണ് ഈ പ്രോഗ്രാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത്? എന്ത് റിസൾട്ടാണ് നിങ്ങൾക്ക്, എന്ത് ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുക? സിമ്പിൾ ആണ്. നിങ്ങൾ ഒരു ട്രേഡിംഗിൽ വിജയിക്കാൻ വേണ്ടത് പ്രധാനമായിട്ടും 80% സൈക്കോളജി, 20% സ്ട്രാറ്റജി. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, സൈക്കോളജിയാണ് നിങ്ങളെ പ്രശ്നമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണിത്. അപ്പോൾ സൈക്കോളജി എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ഒരു റൂൾ സെറ്റ് ചെയ്യും. ഒരു ദിവസം ഒരു ട്രേഡ് അല്ലെങ്കിൽ 2 ട്രേഡ് എന്നൊക്കെ പ്ലാൻ ചെയ്യും, പക്ഷെ പിന്നെ റൂൾ ബ്രേക്ക് ചെയ്യും. ചിലർക്ക് ഓവർ ട്രേഡ് ആണ്, റിവഞ്ച് ട്രേഡ് ചിലരുടെ പ്രശ്നമാണ്. ചില ആളുകൾക്ക് ടാർഗറ്റ് ഒക്കെ പ്ലാൻ ചെയ്യും, പക്ഷെ മുഴുവൻ ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യില്ല, നേരത്തെ എക്സിറ്റ് ചെയ്യും. ചില ആളുകൾ സ്റ്റോപ്പ് ലോസേ വെക്കില്ല, ചില ആളുകൾ സ്റ്റോപ്പ് ലോസ് വെക്കും, പിന്നെ അത് എഡിറ്റ് ചെയ്യും.
അങ്ങനെയുള്ള പല രീതിയിലുള്ള സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ട്. ഈ സൈക്കോളജിക്കൽ ഇഷ്യൂസിന്റെ ഒക്കെ റൂട്ട് കോസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള തോട്ടാണ്, ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ആണ് ഇതെല്ലാം. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മളവിടെ മാറ്റാൻ ശ്രമിക്കുക. നിങ്ങളുടെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള തോട്ട്, അപ്പോൾ ട്രേഡിംഗ് റിലേറ്റഡ് തോട്ട് മാറണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള നോളജ് ഉണ്ടാവണം. അപ്പൊ ആ നോളജിൽ ഫോക്കസ് ചെയ്യണം. പിന്നെ ബിഹേവിയർ ആണ്. അപ്പൊ ബിഹേവിയർ മാറ്റണമെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക്കലി നിങ്ങളുടെ ന്യൂറൽ പാത്വേകളെ ചേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള സയന്റിഫിക് ആയിട്ടുള്ള സയൻസ് ബേസ്ഡ് ഉള്ള എക്സസൈസുകൾ, സൈക്കോളജിക്കൽ എക്സസൈസുകൾ തന്നുകൊണ്ട് ആ ബിഹേവിയറിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടെ നിൽക്കുന്നു. ആദ്യം പ്രോഗ്രാമിന്റെ ആദ്യത്തെ ഒരു ഘട്ടത്തിലൊക്കെ ഇവിടെ ആ സൈക്കോളജിയുടെ ഒരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്സിന്റെ ചില കളികൾ ഉണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അത് നമ്മൾ ഈ 1.5 വർഷം കൊണ്ട് 30ഓളം പേർക്ക് മെന്റർഷിപ്പ് കൊടുത്തതെന്ന് നമ്മൾ മനസ്സിലാക്കിയത് പ്രോഗ്രാമിന്റെ ആദ്യത്തെ ഫേസ് കഴിയുമ്പോഴേക്കിന് തന്നെ ആ മാത്തമാറ്റിക്കൽ പെർസെപ്ഷൻസ് ഒക്കെ മനസ്സിലാക്കുന്നതോടുകൂടി തന്നെ ഒരു 50-60% ആളുകളുടെ സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ് നമ്മൾ ഈ 30ഓളം ആളുകൾക്ക് മെന്റർഷിപ്പ് കൊടുത്തതെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ ഈ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പ്രോഗ്രാമിനുണ്ട്. മൊത്തം വലിയ പ്രോഗ്രാമിന് 3 ഫേസ് ഉണ്ട്, പ്രധാനമായിട്ട് 2 ഭാഗങ്ങളുണ്ട്. അപ്പൊ ഈ ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ ഒരു ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്യുന്നത് പോലെയാണ് അപ്രോച്ച് ചെയ്യുക. അപ്പൊ അവിടെ ഒരു ബിസിനസ് നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്? ഒരു ബിസിനസ് നമ്മൾ സയന്റിഫിക് ആയിട്ട് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ സാപ്പ് എന്ന് പറയും സർവേ ചെയ്ത് അനാലിസിസ് ചെയ്ത് ആ ബിസിനസ് പ്ലാൻ ചെയ്ത് അതിനെ എക്സിക്യൂട്ട് ചെയ്ത് അതിനെ ഇവാലുവേറ്റ് ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് അതിനെ മോണിറ്റർ ചെയ്ത് അങ്ങനെ പോകും. അപ്പൊ അങ്ങനെ പോകുന്ന അതിന്റെ ആദ്യത്തെ ഘട്ടത്തിൽ ആ സർവേ അനാലിസിസ് പ്ലാനിങ് എന്ന് പറയുന്ന ബിസിനസ്സിൽ ചെയ്യുന്ന അതേ കാര്യം നമ്മൾ ട്രേഡിങ്ങിനെയും ഒരു ബിസിനസ് ആയിട്ട് കണ്ടുകൊണ്ട് ട്രേഡിങ്ങിലെ ആദ്യത്തെ ഫേസിൽ നമ്മൾ ചെയ്യും. അപ്പൊ പലർക്കും ഇതിലൊരു പ്രോസസ്സും സിസ്റ്റവും ഒന്നും ഇല്ലാത്തത് കൊണ്ടും കൂടിയാണ് ആളുകൾ പരാജയപ്പെടുന്നത്. അപ്പൊ അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്യും. പിന്നെ രണ്ടാമത്തെ ഘട്ടം വരുമ്പോൾ അവിടെയാണ് നമ്മൾ സൈക്കോളജിക്കൽ എലമെന്റുകളിലേക്ക്, സൈക്കോളജിക്കൽ കാര്യങ്ങളിലേക്ക് കിടക്കുന്നത്, സൈക്കോളജിക്കൽ എക്സസൈസിലേക്ക് കിടക്കുന്നത്, നിങ്ങളുടെ തോട്ട് പ്രോസസ്സിനെ ചേഞ്ച് ചെയ്യുന്നത്, ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള സൈക്കോളജിക്കൽ എക്സസൈസുകൾ ചെയ്യുന്നത്, അങ്ങനെ തുടർന്ന് പോകുന്നുണ്ട്. അപ്പൊ അവിടെ നിങ്ങളുടെ സൈക്കോമെട്രിക് ടെസ്റ്റുകളൊക്കെ നടത്തി നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലേക്ക് ചില മൊഡ്യൂളുകൾ ചിലർക്ക് ആഡ് ചെയ്തും ഒഴിവാക്കിയും ഒക്കെയാണ് ഇത് മുന്നോട്ട് പോവുക. അപ്പൊ അത് സൈക്കോമെട്രിക് ടെസ്റ്റുകളൊക്കെ വരുന്നത് വലിയ പ്രോഗ്രാമിലാണ്, 2 മന്ത് പ്രോഗ്രാമിലാണ്. നമുക്ക് 2 മന്തിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, 1 മന്തിന്റെ പ്രോഗ്രാം ഉണ്ട്, 3 വീക്കിന്റെ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ചൂസ് ചെയ്യുക. ഏറ്റവും എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്ന ബെസ്റ്റ് പ്രോഗ്രാം 2 മന്ത് പ്രോഗ്രാം ആണ്. അതാണ് കംപ്ലീറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിൽ വളരെയധികം സമയം കിട്ടും. നിങ്ങൾ ട്രേഡ് എടുക്കുകയും ആ ട്രേഡിനെ പിന്നീട് നമ്മൾ ട്രേഡ് എടുക്കേണ്ട രീതി ആദ്യം സെറ്റ് ചെയ്യും. പിന്നീട് നിങ്ങൾ ട്രേഡ് എടുത്ത് ഓരോ ദിവസവും ആ ട്രേഡ് ഡിസ്കസ് ചെയ്യും, അവിടെ വന്ന പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യും. ആ പ്രശ്നങ്ങളിൽ എന്തൊക്കെയാണ് അവിടെ സൈക്കോളജിക്കൽ എലമെന്റുകൾ വർക്ക് ചെയ്തെന്നുള്ളത് നമ്മൾ ചൂണ്ടിക്കാണിക്കും. എന്നിട്ട് അതിനെ കറക്റ്റ് ചെയ്യും. എക്സസൈസുകൾ തന്നത് അതിൽ എന്തെങ്കിലും വേണ്ടത്ര റിസൾട്ട് ഇല്ലെങ്കിൽ എക്സസൈസുകൾ മാറ്റി അങ്ങനെയൊക്കെ സിസ്റ്റമാറ്റിക്കലി മുന്നോട്ട് പോകുന്ന ഒരു പ്രോഗ്രാമാണിത്. നിങ്ങൾ എന്ത് പ്രശ്നമായിട്ടാണോ വന്നത് ആ പ്രശ്നം നമ്മുടെ പ്രോഗ്രാം തീരുമ്പോഴേക്കും നിങ്ങളുടെ സൈക്കോളജിക്കൽ ഇഷ്യൂ നമ്മൾ മാറ്റിയെടുത്തിരിക്കും. നിങ്ങളുടെ സൈക്കോളജിക്കൽ ഇഷ്യൂ മാറ്റിയെടുക്കുന്നതിലൂടെ നിങ്ങളുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നതിലൂടെ ഏതൊരാളെയും പ്രോഫിറ്റിലാകാൻ സഹായിക്കുക എന്നുള്ളതാണ് പ്രോഗ്രാമിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ കറക്റ്റ് ആവുന്നതിലൂടെ നിങ്ങൾ പ്രോഫിറ്റിൽ എത്തിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ സൈക്കോളജി നിങ്ങളുടെ സ്ട്രാറ്റജി പലർക്കും വളരെ കംഫർട്ടാണ് അറിയാമെന്നൊക്കെ തോന്നുന്നെങ്കിലും നിങ്ങളുടെ സ്ട്രാറ്റജിയിലും പല കാര്യങ്ങളും ഇനിയും നിങ്ങൾ മനസ്സിലാക്കാനുണ്ടാവും. അതൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തി തരും ആദ്യത്തെ ഫേസിൽ. ഇങ്ങനെയാണ് പ്രോഗ്രാമിന്റെ ഒരു എൻറ്റയർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നിങ്ങൾ അപ്പൊ ഇതിൽ എന്തുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വരണം, എന്താണ് എൻ്റെ എലിജിബിലിറ്റി? വർഷങ്ങളായിട്ട് ട്രേഡിങ്ങിലുള്ള ഒരാളാണ് ഞാൻ. ഇപ്പൊ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 5 വർഷമാകുന്നു. ഞാൻ ഒരു ട്രെയിനർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പേഴ്സണൽ കോച്ച് എന്നുള്ള രീതിയിൽ, കൗൺസിലർ എന്നുള്ള രീതിയിൽ ഞാൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന സൈക്കോളജിയുടെ ബേസിലാണ് പേഴ്സണൽ കൗൺസിലിംഗ് ഒക്കെ കൊടുത്തുകൊണ്ട്. അപ്പൊ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരേ സമയം ഒരു ഇൻഡിവിജ്വൽ സ്കില്ലും അതേസമയം ഒരു ബിസിനസ്സുമാണ്. അപ്പൊ ബിസിനസിന്റെ ആസ്പെക്ട് ഞാൻ പറഞ്ഞു. അപ്പൊ ബിസിനസിന്റെ ആസ്പെക്റ്റിലുള്ള എന്റെ എക്സ്പീരിയൻസ്, ഞാനൊരു ബിസിനസ് കൺസൾട്ടന്റ് കൂടിയായിരുന്നു. ട്രേഡിംഗിലേക്ക് വരുന്നതിന് മുമ്പും ട്രേഡിംഗ് ചെയ്തിരുന്ന ആദ്യ കാലഘട്ടത്തിലും നമ്മൾ പാരലായിട്ട് കൺസൾട്ടൻസി ചെയ്തിരുന്നു. പേഴ്സണൽ കൗൺസിലിംഗും നമ്മൾ സജീവമായിട്ട് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഈ 2 എലമെന്റുകൾ ചേർന്നതായതുകൊണ്ട് ഈ 2 എലമെന്റിലും എനിക്ക് നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇനി ഇതേ പ്രോഗ്രാം വേറെ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് 1-on-1 സൈക്കോളജി കൗൺസിലിംഗ് മെന്റർഷിപ്പ് അവൈലബിൾ ആണെങ്കിൽ പോലും വൈ യു ഹാവ് ടു ചൂസ് മീ എന്നുള്ളതിന്റെ ആൻസർ അതാണ്. ഈ 2 മേഖലയിലും പേഴ്സണൽ കൗൺസിലിംഗിലുള്ള എന്റെ പരിചയവും ബിസിനസ്സിലുള്ള എന്റെ പരിചയവും അത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് തരുന്നതിനൊക്കെ. ഈ മെത്തേഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എങ്ങനെ ട്രേഡ് ചെയ്യുന്നു എന്നുള്ളതിന്റെ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ ലൈവ് ട്രേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ട്രേഡുകളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്, അത് കാണാം. പിന്നെ നമ്മുടെ ഡിസ്കോഡിൽ മെന്റർഷിപ്പ് എടുത്തിട്ടുള്ള ആളുകൾക്ക് അറിയാം. അപ്പൊ നമ്മൾ ഇങ്ങനെ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഞാൻ പ്രോഫിറ്റിലാണോ എന്നുള്ള ചോദ്യമൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പത്തെ വർഷം നമ്മൾ 50% റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഡിസ്കോഡിൽ ആ ട്രേഡുകൾ ഷെയർ ചെയ്യാറുണ്ട്. അത് മേജർലി പൊസിഷൻ ആൻഡ് സ്വിംഗ് ട്രേഡുകളാണ്.
അപ്പൊ ഇതാണ് മൊത്തത്തിൽ എന്നെ പറ്റിയിട്ടും പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്. ഇനി നിങ്ങൾ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകൾ എന്താണ് പറയുന്നത് എന്നുള്ളതിന്റെ ഫീഡ്ബാക്കും കൂടെ നിങ്ങൾ കാണാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്നുണ്ട്. ഈ ഫീഡ്ബാക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ഒരു വൺ ഡേ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് ആ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഇത് കൊള്ളാം അടിപൊളി എന്ന് ആളുകൾ പറയും. ഇത് അങ്ങനെയല്ല. നമ്മളെ പ്രോഗ്രാമിൽ ആദ്യത്തെ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ 1.5 മാസം 2 മാസമൊക്കെ അവർ ട്രേഡ് ചെയ്യുന്നുണ്ട് വലിയ പ്രോഗ്രാമിൽ. അപ്പൊ ട്രേഡ് ചെയ്ത് ആ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുമ്പോഴാണ് ഫീഡ്ബാക്ക് എടുക്കുക. അപ്പൊ 2 മാസമൊക്കെ നമ്മുടെ കൂടെ നിന്ന് ട്രേഡ് ചെയ്ത് അവർ എന്ത് ബിഹേവിയർ ആയിട്ട് വന്നു പോകുമ്പോൾ ആ ബിഹേവിയർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ആ ഫീഡ്ബാക്കുകൾ കണ്ടാലും അറിയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചധികം നീണ്ടു പോയെങ്കിലും പ്രോഗ്രാമിൽ പങ്കെടുക്കണം താല്പര്യമുള്ള ആളുകൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം പ്രോഗ്രാമിലേക്ക് താഴെ ഞാൻ അതിന്റെ ടെലഗ്രാം ID കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള. അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം, മെസ്സേജ് അയച്ചുകൊണ്ട് കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പറും നമ്മൾ ഈ വീഡിയോയുടെ താഴെയായിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മിനിമം ഒരു 2-2.5 ലക്ഷം ക്യാപിറ്റലൊക്കെ ഉള്ള ആളുകൾ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ വെറുതെ 20,000-25,000 രൂപ ക്യാപിറ്റൽ വെച്ചതുകൊണ്ട് നമ്മുടെ സൈക്കോളജി ചേഞ്ച് ചെയ്യാൻ നോക്കുമ്പോൾ വളരെ ഹാർഡാണ് അത് എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. ഓക്കെ.